വിശദമായ വാർത്തകളിലേക്ക്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കുന്ന നൈപുണി വികസന കേന്ദ്രത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കി അവരെ തൊഴിലിനായി പ്രാപ്തരാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. നൈപുണി വികസനം കാലത്തിനനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പുതുതലമുറയെ അവരുടെ അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്തുണ നൽകാൻ സർക്കാരിന് കഴിയുമെന്നതിൻ്റെ ഉത്തരമാണ് നൈപുണി വികസന കേന്ദ്രം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെയാണ് ഇതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറയെ അവരുടെ അഭിരുചിക്കനുസരിച്ച് തരത്തിലേക്ക് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു സപ്പോർട്ട് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുമോ, ഗവൺമെന്റിനെ കൊണ്ട് കഴിയുമോ, അവർ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അത് കഴിയുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശാലമായ ലോകമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ലോകത്തിന്റെ ഏത് മുക്കിനെ കുറിച്ചും മൂലയെ കുറിച്ചും നിങ്ങൾക്കറിയാം. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പുതിയ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ ശാസ്ത്ര ശാഖകളെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നുള്ളത് എന്റെ തലമുറയിൽ പെട്ടവർക്ക്, ഞാനും സലാമെല്ലാം ഉൾക്കൊള്ളുന്ന തലമുറയിൽ പെട്ടവർക്ക് അറിയാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേക്കുറിച്ചെല്ലാം അറിയാം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളെ തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുസരിച്ച് തൊഴിൽ തിരഞ്ഞെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ നൈപുണി വികസന സെന്ററുകൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലും ഓരോ സെന്റർ വീതമാണ് ആരംഭിക്കുന്നത്. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആലപ്പുഴ ജില്ലയിലെ സെന്റർ പ്രവർത്തിക്കുക. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസോസിയേറ്റ്സ് എന്നീ 2 കോഴ്സുകളാണുള്ളത്. 25 വീതം സീറ്റുകളിൽ ആകെ 50 പേർക്കാണ് സൗജന്യ പ്രവേശനം. 6 മാസമാണ് കോഴ്സ് കാലാവധി. ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷനായി. എ മാരിഫ് MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ചു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ജയരാജ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. മാർച്ച് 1 മുതൽ ജില്ലയിൽ ക്ലാസുകൾ ആരംഭിക്കും. കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KJ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. 15 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കും നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലൂടെ സൗജന്യ തൊഴിൽ പരിശീലനം സാധ്യമാകുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ടെലികോം ടെക്നീഷ്യൻ, IoT ഡിവൈസ് സിസ്റ്റംസ് എന്നീ കോഴ്സുകളാണ് കോട്ടയം ജില്ലയിൽ മാർച്ച് 1 മുതൽ ആരംഭിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി, ഹൈമി ബോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൊച്ചുറാണി സെബാസ്റ്റ്യൻ, ജീന സിറിയക്, ഗ്രാമപഞ്ചായത്ത് അംഗം VG അനിൽകുമാർ, SSK ജില്ലാ പ്രൊജക്ട് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AR രജിത, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ഷിനി തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തുന്ന കലാജാഥ ചെങ്ങന്നൂരിൽ യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അവളിടം ക്ലബിന്റെ സഹകരണത്തോടെ ആലപ്പുഴ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ 19, 20, 21 തീയതികളിലാണ് ഉയർപ്പ് കലാജാഥ. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെത്തിയ കലാജാഥയ്ക്ക് നൽകിയ സ്വീകരണം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ ജെയിംസ് ഷാമുവൽ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B ഷീജ, അവളിടം ജില്ലാ കോർഡിനേറ്റർ രമ്യ രമണൻ, കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് മാത്യു എബ്രഹാം, എക്സൈസ് ഓഫീസർ അനിൽകുമാർ, യൂത്ത് കോർഡിനേറ്റർ വിഷ്ണു, യൂണിയൻ ചെയർമാൻ സൂരജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മാന്നാർ UITയിൽ നടന്ന കലാജാഥ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബോർഡ് മെമ്പർ ദീപു, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TB രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ കായംകുളം ബസ് സ്റ്റാൻഡ്, ചാരുമൂട് ടൗൺ എന്നിവിടങ്ങളിലാണ് കലാജാഥ പരിപാടികൾ അവതരിപ്പിച്ചത്. അവളിടം ക്ലബിലെ 15 യുവതികളാണ് കലാജാഥയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി
ഫെബ്രുവരി 25-ന് കോട്ടയം നഗരത്തിൽ നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമ റാലിയുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. 25-ന് വൈകിട്ട് 3 മണിക്ക് കോട്ടയം ബെസേലിയസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് റാലി വിഭാവനം ചെയ്തിരിക്കുന്നത്. 1 ലക്ഷത്തിലേറെ ആളുകൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. സംഗമവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കണമെന്ന് മന്ത്രി VN വാസവൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. അതിനാവശ്യമായ ക്രമീകരണം വിവിധ തരത്തിൽ ഡിപ്പാർട്ട്മെന്റുകളുടെ അത് ഏകോപിച്ചില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇതൊന്നും അർത്ഥമാവുന്ന സാധ്യത. അതുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ച് ആ ചടങ്ങ് ഏറ്റവും ഭംഗിയായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ജില്ലാ ഭരണകൂടത്തിൽ കളക്ടർ, SP, അതുപോലെ സബ് കളക്ടർ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖര് ഇവരെല്ലാം ചേർത്തും ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ ഭരണ സംവിധാനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നന്നായി പ്രയോജനപ്പെടുത്താം. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് നിലവിൽ കണ്ടെത്തിയ പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് പുറമെ മതിയായ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പോലീസ്, RTO എന്നിവർ സംഘാടകരുമായി പ്രത്യേക ആലോചനാ യോഗം നടത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വിദഗ്ധരായ മെഡിക്കൽ സംഘം ഉൾപ്പെടുന്ന ആധുനിക ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കണമെന്ന് ആരോഗ്യവകുപ്പിനും കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് നഗരത്തിൽ മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കണമെന്ന് KSEBക്കും നിർദ്ദേശം നൽകി. വെള്ളക്കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കുന്നതിന് ശുചിത്വ മിഷൻ നഗരസഭയുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും പ്രയോജനപ്പെടുത്തണമെന്നും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്, സബ് കളക്ടർ D. രഞ്ജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ, മലങ്കര ഓർത്തഡോക്സ് സഭ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിക്ഷേപ മേഖലയിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ബില്ല് കൊണ്ടുവരണമെന്ന് നേതാക്കൾ. നിക്ഷേപ തട്ടിപ്പ് അന്വേഷിക്കുക. ജയ് ജയ് AKGSM. ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തട്ടിപ്പിനെതിരായിട്ട് ഞങ്ങൾ AKGSM വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ്. കടകളുടെ പേര് ഞങ്ങൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇത് ചെറുകിട കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. 0% കൊടുക്കുക, അത് ഒരു കാലത്തും കൊടുക്കാൻ പറ്റില്ല. എന്നോടൊരു വ്യാപാരി, ഒരു ഹോൾസെയിലുകാരൻ പറഞ്ഞു, ഞാനോടുന്ന് വാങ്ങിക്കുന്ന എൻ്റെ ഇന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഈ കടക്കാരൻ, ഈ 0% വിൽക്കുന്നവൻ. അവൻ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെ 0% കൊടുക്കാൻ പറ്റും? അവനൊരു ലാഭം ഇട്ടിട്ട് അവന് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ നിന്ന് ഞാനും സാധനം വാങ്ങിക്കുന്ന അവൻ എന്നോട് ചോദിക്കുന്നു ഈ 0% എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഞാൻ പറയുന്നത് ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല. ഇത് മേടിക്കുന്ന ഡെപ്പോസിറ്റുകൾ മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യക്ക് വെളിയിലും വ്യാപാരമുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന രൂപകൾ മുഴുവൻ സമാഹരിച്ച് അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇയലും കാണത്തില്ല, കടകളും പൂട്ടും. അവരവിടെ വെളിയിൽ ഈ എമൗണ്ടുകൾ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നയ്ക്കൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ, സെക്രട്ടറിമാരായ എബി തോമസ്, K. നാസർ, സത്യ നടരാജൻ, MP ഗുരുദയാൽ, VV വിഷ്ണു സാഗർ, മുരുക ഷാജി എന്നിവർ സംസാരിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് കിടങ്ങറ ബസാർ തെക്ക് 8-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22-ന്. കലാശക്കൊട്ടിൽ ആവേശമുയർത്തി നിരവധി പ്രവർത്തകർ. ബുധനാഴ്ച നിശബ്ദ പ്രചരണം. വെളിയനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 8-ാം വാർഡ് മെമ്പറും CPIM പ്രതിനിധിയുമായിരുന്ന MP സജീവ് കൂറുമാറ്റ നിരോധന നിയമം മൂലം അയോഗ്യനാക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കും. കിടങ്ങറ NSS ഹാളിലാണ് വോട്ടെടുപ്പ്. LDF-ലെ ഗീതമ്മ സുനിലും UDF-ലെ KP സുരേഷും NDA മുന്നണിയിലെ സുഭാഷ് പറമ്പിശ്ശേരിയും ആം ആദ്മി പാർട്ടിയിലെ സോണിച്ചൻ PT-യുമാണ് മത്സരരംഗത്തുള്ളത്. വിജയത്തിൽ കുറഞ്ഞ യാതൊന്നും മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രതീക്ഷിക്കുന്നില്ല. MR രഞ്ജിത്ത് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ശക്തമായ സാന്നിധ്യം അറിയിച്ച് മത്സരരംഗത്തുണ്ട്.
പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആവേശം വാനോളം ഉയർത്തിയായിരുന്നു കലാശക്കൊട്ട്. മുദ്രാവാക്യം മുഴക്കിയും അവകാശവാദം ഉന്നയിച്ചും മുന്നണികളിലെയും ആം ആദ്മി പാർട്ടിയിലെയും പ്രവർത്തകർ കിടങ്ങറയുടെ പാതയോരങ്ങളും EC കനാലിന്റെ തീരങ്ങളും പ്രകമ്പനം കൊള്ളിച്ചു. വോട്ടെണ്ണൽ ഫെബ്രുവരി 23 വെള്ളിയാഴ്ച നടക്കും. ആലപ്പുഴ ജില്ലാ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ, ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ, സ്കൂൾ ഹെൽത്ത് നഴ്സ് എംപ്ലോയീസ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്രരഞ്ജൻ MLA സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. 188 കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അത് 147 അത് കുറച്ചു, പിന്നെ അത് 88 കുറച്ചു, പിന്നെ അത് 66 മാറി. 2020 നീതി ആയോഗ് എന്ന് പറയുന്ന ഇന്നത്തെ പ്ലാനിംഗ് ബോർഡിന് പകരമുള്ള ആ നീതി ആയോഗ് വന്നിട്ട് അതിന്റെ എണ്ണം 28 കുറച്ചു. വന്നിട്ട് അംബ്രല്ല 28 എണ്ണത്തെ ഒരു അംബ്രല്ലയാക്കി, ഒരു കുളക്കീഴിലാക്കി. ഈ 2024-25 ആ അംബ്രല്ലയിലെ 28 എണ്ണത്തിൽ 10 എണ്ണം കൂടെ കുറച്ചു. ഇപ്പോൾ ആകെയുള്ളത് 18 എണ്ണം മാത്രമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ വെട്ടിക്കുറച്ച് 18 ആയി, 182. ഇനി 18 എണ്ണം എപ്പോഴാണ് വെട്ടുന്നത്, അതിനകത്ത് ഏതൊക്കെയാണ് കുറയാൻ പോണത് എന്ന് പറയാൻ കഴിയില്ല. അതിലേറ്റവും കൂടുതൽ നമ്മൾ അപകടം മണത്തെറിയുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും. കാരണം എന്താണെന്നറിയാവോ, നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ വളർച്ച കരസ്ഥമാക്കി എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. ഈ വളർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എടുത്ത് ജോലിക്കുള്ള ശമ്പളം വാങ്ങാൻ വേണ്ടി ഈ മുദ്രാവാക്യവും വിളിച്ച് ഇതിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു നേർച്ചയ്ക്ക് വന്നതല്ലോ. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ച് NHM മേഖലയെ കേന്ദ്ര സർക്കാർ തകർക്കുന്നുവെന്നാരോപിച്ചായിരുന്നു സമരം. ഉദ്ഘാടന സമ്മേളനത്തിൽ NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വീണ വർഗീസ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി PR സന്തോഷ്, ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുംതാസ് സലാം, ജില്ലാ സെക്രട്ടറി ഗീതാഭായി, ട്രഷറർ പ്രസന്ന സതീഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലെ അംഗനവാടി കുട്ടികൾക്കായി കയർഫെഡിന്റെ സ്നേഹക്കിടക്ക വിതരണം ചെയ്തു. തോമസ് കെ തോമസ് MLAയുടെ 2023-24 വർഷത്തെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഹാളിൽ നടത്തിയ പരിപാടി തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കേണ്ടതും അതിനാവശ്യമായ സഹായഹസ്തം നീട്ടേണ്ടതുമായ കാര്യമാണ് അംഗൻവാടി. കാരണം നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും അംഗൻവാടികളുണ്ട്, ഒരു പഞ്ചായത്തിലും അംഗൻവാടി ഇല്ലാതില്ല. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനിവാര്യമാണ്, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. കാരണം അതിന് സ്ഥലം വേണം, നല്ല അംഗൻവാടി വേണം, ടീച്ചേഴ്സ് വേണം, അവിടെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവിടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി നല്ല രീതിയിൽ കാര്യം ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അതിന് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വളരെ നല്ല രീതിയിൽ അതിന് മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്കറിയാം അവർക്കൊക്കെ പരിമിതികളുണ്ട്, ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും മണൽ കൊണ്ട് കയറി വിരിക്കാന്ന് പറയും. മണൽ കൊണ്ട് ഒരിക്കലും കയറി വിരിക്കാനൊക്കത്തില്ല എന്ന് പറയുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ പഞ്ചായത്തും കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത്. എന്നാൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് ഇരിപ്പുണ്ട്. ബിനു ഐസക് രാജൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവുള്ള ആളാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ദേശത്തിന് ആവശ്യമായ കൈത്താങ്ങൽ കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ L ഷീബ, ആലപ്പുഴ കയർഫെഡ് ജനറൽ മാനേജർ V ബിജു എന്നിവർ സംസാരിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരുകളാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം നടത്തുന്നതെന്ന് കേരള കർഷക യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബാബു പാറക്കാടൻ. കേന്ദ്രവും സംസ്ഥാനവും അവതരിപ്പിച്ച ബജറ്റുകളിൽ കർഷകരെ പൂർണ്ണമായി അവഗണിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. കർഷക യൂണിയൻ സിന്ദാബാദ്, കർഷക യൂണിയൻ സിന്ദാബാദ്. കൃഷിക്കാരോട് നീതി കാട്ടുക, കൃഷിക്കാരോട് നീതി കാട്ടുക, കൃഷിക്കാരോട് നീതി കാട്ടുക, കൃഷിക്കാരോട്. കേരള കോൺഗ്രസ് കൈനഗിരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു പാറക്കാടൻ. കർഷക പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം മൂലം
മലയോര കർഷകർ ദുരിതമനുഭവിക്കുകയാണെന്നും ബാബു പാറക്കാടൻ ചൂണ്ടിക്കാട്ടി. പുലിയും കടുവയും പന്നിയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. ആ നിലയിൽ ഒരു മാസം 15 ദിവസത്തിനുള്ളിൽ തന്നെ 2 ആളുകളുടെയാണ് ആന ചവിട്ടിക്കൊന്നത്. പുലിയെ കണ്ടുകൊണ്ട് ആളുകൾ ഓടുകയാണ്. ആ നിലയിൽ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും വേണ്ടി കേരള കർഷക യൂണിയൻ അവർക്ക് ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. യോഗത്തിൽ കേരള കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് കെ.ബി. ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോസ് കാവനാടൻ, തങ്കച്ചൻ നെടുമുടി, ബേബിച്ചൻ തൈപ്പറമ്പ്, ബിൻസി ബാബു, സജി ചാവറ, മേഴ്സി മാത്യു എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ എടത്തുവ ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതുമൂലം പൊരിവെയിലത്ത് നിൽക്കേണ്ട ഗതികേടിലാണ് ജനം. ജംഗ്ഷനിലെ സീബ്ര ക്രോസ് മാഞ്ഞുപോയതിനാൽ അപകടങ്ങളും ഇവിടെ പതിവാണ്. അമ്പലപ്പുഴ ഭാഗത്തേക്ക് യാത്രക്കാർ ബസ് കാത്തു നിന്നിരുന്നത് ഒരു വൃക്ഷത്തണലിലായിരുന്നു. റോഡ് വികസനം നടത്തിയപ്പോൾ മരം വെട്ടിക്കളഞ്ഞു. പൊരിവെയിലത്തും മഴയത്തും ഇപ്പോൾ ജനം കടത്തിണ്ണകളെയാണ് ആശ്രയിക്കുന്നത്. അടിയന്തരമായി അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് എടത്വ വികസന സമിതി പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറം, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള, ട്രഷറർ ഗോപകുമാർ തട്ടങ്ങാട്ട് എന്നിവർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴ പൊടിയാടി സംസ്ഥാന പാതയിൽ എടത്വ ജംഗ്ഷനിൽ കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ ജനം വലയുകയാണ്. എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ളവ നടത്തുകയും പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറം മറ്റു ഭാരവാഹികൾ ചേർന്ന് ബന്ധപ്പെട്ട ഓഫീസുകൾ സന്ദർശിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് എടത്വ ജംഗ്ഷനിലെ സീബ്ര ക്രോസ് മാഞ്ഞു പോയിരിക്കുകയാണ്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, അതുകൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജനം പോകേണ്ടതുണ്ട്. ഈ സീബ്ര ക്രോസ് മാഞ്ഞു പോയതുകൊണ്ട് അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ മൂലം പല അപകടങ്ങളും സംഭവിക്കുന്നത് നിത്യസംഭവമായിരിക്കുന്നു. ആയതിനാൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജംഗ്ഷനിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എടത്വ വികസന സമിതി കുത്തിയിരിപ്പ് സമരം നടത്തിയതുകൂടാതെ നിവേദനവും സമർപ്പിച്ചിരുന്നു. തിരക്കേറിയ ജംഗ്ഷനായതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും അടിയന്തര നടപടി വേണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. KSKTU വാഴപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻകാരുടെയും ക്ഷേമനിധി അംഗങ്ങളുടെയും സംയുക്ത സംഗമം സംഘടിപ്പിച്ചു. പാവങ്ങളുടെ പടയണി എന്ന പേരിലായിരുന്നു പരിപാടി. കൂനന്താനം പുറക്കടവിൽ സംഘടിപ്പിച്ച പരിപാടി KSKTU കോട്ടയം ജില്ലാ സെക്രട്ടറി MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ താല്പര്യമൊഴിച്ചുള്ള മുഴുവൻ ജനവിഭാഗവും ഈ പരിപാടി ഈ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളുടെ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ രൂപത്തിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി, CPIM തയ്യാറായി, ട്രേഡ് യൂണിയൻ സംഘടനകൾ ആ രംഗത്തേക്ക് വന്നു, യുവജന സംഘടനകൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും എല്ലാം ഒരു വലിയ ജനകീയ സദസ്സ് കേരളത്തിലാകെ സംഘടിപ്പിച്ചുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായി. അതുപോലെ തന്നെ DYFയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യ ചങ്ങല കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരായിട്ടാണ് 10-25 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കാൻ തയ്യാറായി. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ പഞ്ചാബിലെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരായി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെതിരായിരിക്കുന്ന പ്രതിരോധ സമരം സംഘടിപ്പിക്കാൻ തയ്യാറായി. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ദാസ് പാപ്പൻ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി KR രാജേന്ദ്രൻ, CPIM ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AM തമ്പി, C സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗരി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഉമ്പുകാട്ടിശ്ശേരി പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി. സമ്പൂർണ്ണ സൂക്ഷ്മ മൂലക മിശ്രിത വളപ്രയോഗമാണ് ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരങ്ങളിൽ നടത്തുന്നത്. ഡ്രോൺ പറത്തി നെൽച്ചെടികളുടെ ഇടയിലേക്കും ഇലകളിലേക്കും മിശ്രിതം സ്പ്രേ ചെയ്യുന്നതാണ് വളപ്രയോഗ രീതി. ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് നിർവഹിച്ചു. നൂതന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണിപ്പോൾ ഉമ്പിക്കാട്ട് പാടശേഖരത്തിലെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗം നടക്കുന്നത്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്.
യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എ. പ്രമോദ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മധു സി. കൊളങ്ങര, ഷീല സജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡി. ലോനപ്പൻ, ലീനാമോൾ, കൃഷി ഓഫീസർ എ. ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടാർ സെന്റ് തോമസ് പള്ളിയിൽ മതബോധന കേന്ദ്രത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെ പുണ്യസ്മരണകൾ ഉണർത്തുന്ന സ്പിരിച്വൽ പാർക്കിന്റെയും ശിലാസ്ഥാപന കർമ്മം നടത്തി. കേരളത്തിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം കരസ്ഥമാക്കിയ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ചടങ്ങിൽ ആദരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നീ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ തിരുവക്ഷത്തിലൊത്ത് ഇതിന്റെ പണി പുരോഗമിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും ഇടയാകട്ടെ. വസിക്കുന്നവനെ നിന്റെ ദാനങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അധികാരവും രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും നിന്റേതാകുന്നു. കേരളത്തിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതിയെ ചടങ്ങിൽ ആദരിച്ചത് ഒരു നാടിനാകെ അഭിമാനം പകരുന്ന നിമിഷങ്ങളായി. കാർഷിക മേഖലയിൽ സജീവമായ ഇടപെടലുകൾ നടത്തി വയോജന ഭിന്നശേഷി പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കി മുട്ടാർ പഞ്ചായത്ത് മികവിന്റെ ഉത്തുംഗത്തിലേക്ക് നടന്നു കയറി. തനത് ഫണ്ട് ഏറ്റവും കുറവുള്ള സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലൊന്നായി മുട്ടാർ പഞ്ചായത്തിന്റെ ഈ നേട്ടം പരിമിതികൾക്കുള്ളിൽ ഏറെ തിളക്കമുള്ളതാകുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാ പുരസ്കാര നേട്ടത്തിൽ ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും മുട്ടാറിനാണ്. മികച്ച ഈ നേട്ടത്തിൽ മുട്ടാർ സെന്റ് തോമസ് ഇടവകയുടെ ആദരം മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകുന്നു. കൈയടിച്ചുകൊണ്ട് മുട്ടാർ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം നമുക്ക് ആദരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി.ടി. വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം എം.ഒ. ലതീഷ് കുമാർ തുടങ്ങിയവർ ചേർന്ന് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ നിന്നും മൊമെന്റോ സ്വീകരിച്ചു. യോഗത്തിൽ വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം അധ്യക്ഷനായിരുന്നു. നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക രൂപീകൃതമായിട്ട് 125 വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ ആ ഒരു കൺക്ലൂഷൻ നമ്മൾ അവിടെ അവതരിപ്പിച്ചത്. പിന്നെ പിതാവ് ആ സമ്മേളനത്തിൽ വരികയും നമുക്ക് സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തത് നമ്മൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ CMI, ഫാദർ ജോസഫ് മുളവന, കൈക്കാരന്മാരായ P.V. ഫിലിപ്പോസ് പാറേക്കളം, ആന്റണി വർഗീസ് ചുങ്കപ്പുര, നിർമ്മാണ കമ്മിറ്റി കൺവീനർ തോമസ് ജെറോം മേപ്പർത്തശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5715 രൂപ, പവന് 45,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.